ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നത് ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. ഞാനിത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇതാ ഷുഗർ ബീഡ്സ്, അതുപോലെ സീക്വൻസ്, ത്രെഡ് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കാദ്യം ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് വെച്ച് ഈ നെക്കിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പ്ലേസുകളിലൊക്കെ ഒന്ന് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഈ സീക്വൻസ് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ശകലം ഫാബ്രിക് ഗ്ലൂ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തു കൂടി നമ്മളിനി സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. ഇതിൽ നിങ്ങൾ എന്ത് കാരണവശാലും B70% ഗ്ലൂ യൂസ് ചെയ്യാനേ പാടില്ല. എന്തെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ പുറത്തു കൂടി സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഫാബ്രിക് ഗ്ലൂ കുഴപ്പമില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. B70% ഗ്ലൂ ആണ് നിങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനേ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളിതിൽ ഫാബ്രിക് ഗ്ലൂ തന്നെ വെച്ച് കൊടുത്ത് പേസ്റ്റ് ചെയ്തെടുക്കണം. ഈ സീക്വൻസ് ഒരു ഗ്ലിറ്ററിങ് സീക്വൻസ് ആണ്. അതുകൊണ്ട് നൈറ്റിലൊക്കെ ഇത് നന്നായിട്ട് തന്നെ തിളങ്ങുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ഞാൻ അങ്ങ് ഫുള്ളും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ലെയർ കൂടി ഒട്ടിച്ചു കൊടുക്കണം. ഈ നമ്മൾ ആദ്യം ചെയ്ത് കൊടുത്ത അതിൻ്റെ 2 സീക്വൻസിൻ്റെയും ഇടയ്ക്ക് ശകലം മുകളിലോട്ടായിട്ട് നെക്സ്റ്റ് നമുക്കിതുപോലെ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെയിം ഗ്യാപ്പിൽ വേണം നിങ്ങളിത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനായിട്ട് നിങ്ങൾ സ്കെയിലോ ടാപ്പോ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിതുപോലെ സീക്വൻസ് സ്റ്റോണൊക്കെ ഒട്ടിക്കാനായിട്ട് ഗ്ലൂ പെന്നൊക്കെ അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കിതുപോലെ ഒരു സൂചി എടുത്തിട്ട് അതിൽ ശകലം ഫാബ്രിക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതെടുത്ത് വെച്ചും നിങ്ങൾക്കിതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ലെയർ ഞാനതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ കാണാനൊരു ഭംഗിയാണല്ലേ. നിങ്ങൾക്കിതുപോലെ ഇടാം. ഇനിയില്ല, ഒരു ലെയർ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ലെയർ തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ആങ്കർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. പേൾ കോട്ടൺ ആണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ത്രെഡാണ്. നിങ്ങൾക്ക് 4 റുപ്പീസ് 3 റുപ്പീസിനുള്ള കോട്ടൺ ത്രെഡും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 6 സ്ട്രാൻഡ്സ് എടുത്തിട്ട് നിങ്ങളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ സിൽക്ക് ത്രെഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ത്രെഡ് ഞാനിങ്ങനെ 2 സ്ട്രാൻഡ്സ് ആണ് എടുത്തിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഒരു സീക്വൻസിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ കുത്തി സൂചി പൊക്കിയെടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് മുകളിലിരിക്കുന്ന ഒരു സീക്വൻസിൻ്റെ അകത്ത് കൂടി സൂചി കുത്തി താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടുത്ത ഒരു സീക്വൻസിൻ്റെ അകത്ത് കൂടി മുകളിലോട്ട് വരാം. അങ്ങനെ നിങ്ങൾ ഈ സിഗ്സാഗ് പാറ്റേൺ വരുന്ന രീതിക്ക് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വർക്കാണ്. സ്റ്റിച്ചിങ് അറിയാത്തവർ പോലും നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾഡ് ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ പെട്ടെന്ന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തു ഇനി ഡിസൈനൊന്നും കൊടുത്തില്ലല്ലോ എന്നിരിക്കുന്നവർക്കും ഇതുപോലെ നിങ്ങൾക്ക് ഡിസൈൻ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ലെയറാണ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ലെയർ കൂടെ ഇതുപോലെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് വേറൊരു മോഡലിലൊരു ഡിസൈൻ കൂടെ കിട്ടുന്നതായിരിക്കും. ഞാൻ എൻ്റെ ചാനലിൽ ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ആർക്കെങ്കിലും പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആരി വർക്ക് ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഡിസൈനിൽ കണ്ടോ, ഈ സിഗ്സാഗ് പാറ്റേണിൻ്റെ ഇടയ്ക്ക് ഓരോ കുഞ്ഞു ഷുഗർ ബീഡ്സാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ക്ലോത്തിൻ്റെ കളറിൽ വേണം ത്രെഡ് എടുക്കാൻ. എടുത്തിട്ട് ഇതുപോലെ വെറുതെ ഒന്ന് ആ ഷുഗർ ബീഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അതുപോലെ നീഡിൽ നിങ്ങൾ 10 അല്ലെങ്കിൽ 11 സൈസ് നീഡിൽ വേണം എടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ വലിയ വേറെ ഏതെങ്കിലും നീഡിൽസ് എടുത്താൽ നമ്മുടെ ബീഡ്സ് അതിൻ്റെ അകത്തുകൂടി നമുക്ക് പുറത്ത് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സൈസ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോ, എന്ത് രസമാണല്ലേ. ഒരു സൂപ്പർ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് കിട്ടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.